അവർ കണ്ട സ്ഥിതിക്ക് കേസാകുമെന്ന് ഉറപ്പാണ്. വാവ മാത്രമല്ല, അച്ഛനും കുടുങ്ങും. രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാകുക. വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തി. നിന്നോട് മോശമായി പെരുമാറിയപ്പോൾ സ്വയം പ്രതിരോധിച്ചതാണ്. നീയൊരു പെണ്ണായതുകൊണ്ട് കോടതി നിയമമൊക്കെ നിനക്ക് അനുകൂലമായിരിക്കും. എന്നിട്ടോ? വാവ ചോദ്യഭാവത്തിൽ വിച്ചുവിനെ നോക്കി. പകുതിയോളം വെള്ളം കുടിച്ച് കയ്യിലിരുന്ന ജഗ് വാവ തിരികെ ടേബിളിലേക്ക് വെച്ചു. മോളെ, നീ ഒന്ന് പറയുന്നത് കേൾക്ക്. ബിന്ദു ചേച്ചി ആകെ ഭയന്നിരിക്കുകയാണ്. വൈകിയും വേദവും എല്ലാം അറിഞ്ഞും കണ്ടും കേട്ടും ധരിച്ചു നിൽക്കുവാണ്. നെറ്റിയിൽ നല്ല മുറിവുണ്ടെങ്കിലും വാവ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറാകുന്നില്ല. ഇതിൻ്റെ പേരിൽ എന്തു വന്നാലും ഞാൻ അനുഭവിച്ചോളാം. എന്തായാലും ഒളിച്ചോടാനും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാനും ഒന്നും പോകുന്നില്ല. ചുറുചുറുക്കോടെ പറഞ്ഞ് വാവ പുറത്തേക്കിറങ്ങിപ്പോയി. നിങ്ങൾ വിഷമിക്കണ്ട, വാവയുടെ അടുത്തേക്ക് ചെല്ല്. എന്തായാലും വരുന്നതിൻ്റെ ബാക്കി നോക്കാം. വൈകിയെയും വേദുവിനെയും സുരേഷേട്ടൻ പറഞ്ഞു വിട്ടു. അവളുടെ തലയിൽ എന്താ അമ്മ ഒരു കെട്ട്? ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ലക്ഷണമുണ്ടല്ലോ. ടി വിയുടെ മുന്നിലിരിക്കുകയായിരുന്നു സുധാമ്മ. റൂമിൽ കട്ടിലിൽ കമിഴ്ന്നു കിടന്ന ഫോണിൽ എന്തോ റീൽസ് കാണുന്നതിനിടയിൽ മറിഞ്ഞ് നേരെ കിടക്കുമ്പോഴാണ് വാവ വാതിൽ കടന്നു പോകുന്നത് രാഗി കണ്ടത്. നിന്റെ തലയിലെന്താ? സുധാമ്മ ചോദിക്കുന്നത് കേട്ടെങ്കിലും അവൾ മറുപടിയൊന്നും കൊടുക്കാതെ റൂമിൽ കയറി ഡോർ വലിച്ചടച്ചു. വലിയ ശബ്ദത്തോടെ വന്നടച്ച ഡോർ ആടിയാടി ചാരിയടഞ്ഞു. ശബ്ദം കേട്ട് എഴുന്നേറ്റ് വന്നതാണ് രാഗി. കിട്ടിയ ലക്ഷണമൊക്കെ ഉണ്ട്. പിന്നാലെ വൈകിയും വേദവും കയറി വന്നപ്പോൾ സുധാമയും രാഗിയും ചേർന്ന് തടഞ്ഞു. എന്താടി അവളുടെ തലയിൽ? അവളുടെ തലക്കിട്ട് ആറ കയ്യിൽ നിന്നാ കിട്ടിയത്? അത് ചേച്ചി വീണതാ. വേദു പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് വൈകിയെ നോക്കി കണ്ണടച്ച് കാണിക്കുന്നത് കൂടി കണ്ടപ്പോൾ കള്ളമാണെന്ന് അവർക്ക് മനസ്സിലായി. സത്യം പറയടി, എന്താ ഉണ്ടായത്? രാഗി വേദുവിൻ്റെ കൈത്തണ്ടയിൽ അമർത്തി പിടിച്ചു. അറിയണമെന്ന് നിർബന്ധമാണോ? ഡോർ തുറന്ന് വാവ മുന്നിൽ വന്നു നിന്ന് ചോദിച്ചപ്പോൾ ഇരുവരും പരിങ്ങി. തലയിലെ കെട്ടഴിച്ചു മാറ്റിയിട്ടുണ്ട്. കാര്യമായി മുറിഞ്ഞിട്ടുണ്ട്. ചതഞ്ഞ് നെറ്റി മുഴച്ചിട്ടുമുണ്ട്. പിന്നെ എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയണ്ടേ? രാഗി ചോദിച്ചു. എന്തിന്? നീയും നിന്റെ തള്ളയാണ് എനിക്ക് ചെലവിന് തരുന്നത്. അഹങ്കാരി. പെറുപെറുത്തുകൊണ്ട് സുധാമ ടി വിയുടെ സ്വിച്ച് അമർത്തിയൊന്ന് ഞെക്കി ടി വി ഓഫാക്കി. അടുക്കളയിലേക്കിറങ്ങി. പിന്നാലെ രാഗിയും. മോളെ, ആശുപത്രിയിൽ പോകാം. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അലസമായി പറഞ്ഞ വാവ റൂമിലേക്ക് കയറിപ്പോയി. വൈകിയോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല. ആ ദേഷ്യം മുഴുവൻ തീർത്തത് മനുവിനോടാണ്. ഏറെ നേരമായി ബെഡിൽ കിടന്ന ഫോൺ റിങ് ചെയ്യുന്നു. ഉറക്കം വിടാതെ അലക്സ് ഫോണിനായി പരതി. കോളെടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ. എടാ, നീ എന്തെടുക്കുവാ? വൈശാഖാണ്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നൊന്ന് മയങ്ങി. എന്താടാ? പില്ലോയിലേക്ക് കൈകുത്തി ചൂണ്ടുവിരലും പെരുവിരലും കൊണ്ട് കണ്ണുകൾ മെല്ലെ തിരുമ്മി. ഉറക്കം വിട്ടിട്ടില്ല അപ്പോഴും. ഞാൻ വാട്സപ്പിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, നീയൊന്ന് നോക്കിയേ. വൈകിയുടെ ഹസ്ബൻഡില്ലേ മഹേഷ്? വൈഗ മഹേഷ് എന്നൊക്കെ കേട്ടതേ അലക്സ് ബെഡിൽ എഴുന്നേറ്റിരുന്നു. എന്താടാ കാര്യം? അലക്സ് പെട്ടെന്ന് ചോദിച്ചു. എടാ, വൈകിയുടെ അനുജത്തിയില്ലേ വൈഷ്ണവി? ആ പെൺകൊച്ചിനെ നീ കണ്ടിട്ടില്ലേ? ആ ഉണ്ട്, നീ കാര്യം പറയടാ. ആ പെൺകൊച്ചു മനുവിനെ വീട്ടിൽ കയറി തല്ലി. ഹോസ്പിറ്റലിലാ. പെട്ടെന്ന് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും അറിയാതെ തന്നെ അവന് ചിരി പൊട്ടിപ്പോയി. നീ എന്തിനാടാ കിണിക്കുന്നത്? കേസായാൽ ആ പെൺകൊച്ചിനെ പോലീസ് വെക്കും. ഏത് ഹോസ്പിറ്റലിലാ? നീ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ. ഓക്കേടാ, ഞാൻ വിളിക്കാം. ഫോൺ കട്ടാക്കി ബെഡിലേക്കിട്ട് വേഗം എഴുന്നേറ്റൊന്ന് ഫ്രഷാകാൻ കയറാൻ തുടങ്ങിയപ്പോഴാണ് വാട്സപ്പിൽ വൈശാഖ് അയച്ച ഫോട്ടോയുടെ കാര്യം ഓർത്തത്. ബെഡിൽ കിടന്ന ഫോണെടുത്ത് വാട്സാപ്പ് ഓൺ ചെയ്തു. വാവ മുറ്റം കടന്ന് ആ വീട്ടിലേക്ക് കയറിപ്പോകുന്നു. ഈ പെണ്ണ്. എല്ലാം അവൾ അറിഞ്ഞു എന്നവന് മനസ്സിലായി. കേസായാൽ പ്രശ്നമാകും. മഹേഷിൻ്റെ തിരോധാനവും എല്ലാം അവളുടെ തലയിൽ വരും. വേഗം കയറി ഫ്രഷായി ഇറങ്ങി. റെഡിയായി ധൃതിയിൽ ഇറങ്ങി വരുന്നവനെ നോക്കി പുറത്തേക്കിറങ്ങിയവന് പിന്നാലെ അന്നമ്മച്ചി ഇറങ്ങിച്ചെന്നു. അലക്സ് മൈൻഡ് പോലും ചെയ്തില്ല. സാരമില്ലടോ, അവനെന്തേലും അത്യാവശ്യത്തിന് പോയതാകും. അലക്സിൻ്റെ കാറാകുന്നു പോകുന്നത് നോക്കി കണ്ണുകൾ ഒപ്പുന്ന അന്നമ്മച്ചിയെ തോളിൽ തട്ടി സാമൂൽ ആശ്വസിപ്പിച്ചു. പെറ്റ വയറിനെ അവൻ ഈ കാണിക്കുന്നതിൻ്റെയൊക്കെ വേദന അറിയും. സാമൂലിനും അല്ലാതായി. വളർത്തപ്പൻ ഒരിക്കലും സ്വന്തം അപ്പനോളം വരില്ലല്ലോ. അലക്സിന് 5 വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ സ്വന്തം അപ്പച്ചൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചത്. 1 വർഷം കഴിഞ്ഞതേ അന്നമ്മച്ചിയുടെ വീട്ടുകാർ അഡ്വക്കേറ്റായ സാമൂലുമായുള്ള വിവാഹം നടത്തി. ആ ബന്ധത്തിലുള്ളതാണ് എബിയും ഏഞ്ചലും. വിവാഹം കഴിഞ്ഞതു മുതൽ അന്നമ്മച്ചിയുമായി അലക്സ് അകന്നു.
അവൻ്റെ പേരിനൊപ്പം അലക്സ് സാമുവൽ ജോൺ എന്നു മാറ്റി അലക്സ് സാമുവൽ എന്ന് മാത്രമാക്കിയതും അവൻ അന്നമ്മച്ചിയോടും സാമുവലിനോടും വല്ലാത്ത ദേഷ്യം തോന്നി. എന്തേലും ചോദിച്ചാൽ മറുപടി പറയും. അങ്ങോട്ടൊന്നും സംസാരിക്കാറുമില്ല. ആരുമായി യാതൊരു അടുപ്പവുമില്ല. എബിയോടും ഏഞ്ചലിനോടും യാതൊരു പിണക്കവുമില്ല. പക്ഷെ സംസാരിക്കാറൊന്നുമില്ല. എബിക്കും ഏഞ്ചലിനും വലിയ കാര്യമാണ് അവരുടെ ഇച്ഛായനെ. സാമുവലിന് സ്വന്തമെന്നും ബന്ധമെന്നും പറയാൻ ഒരമ്മച്ചി മാത്രമേ ഉള്ളൂ. അവർ കുടുംബത്താണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് മകനെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ടിട്ട് പോകും. അന്നമ്മച്ചിയുടെ അപ്പൻ ഇഷ്ടദാനം കൊടുത്തതാണ് ആ വീട് സ്ഥലവും. അലക്സ് എന്തായാലും സാമുവലിൻ്റെ തറവാട്ടിൽ ചെന്ന് നിൽക്കില്ല. അന്നമ്മച്ചി അവനെ വിട്ടിട്ടൊട്ട് വരികയുമില്ല. അന്നമ്മച്ചിയൊട്ട് സാമുവൽ നിർബന്ധിച്ചുമില്ല. സാമുവലിന് വലിയ കാര്യമാണ്. വന്ന കാലം മുതൽ അലക്സിനെ ചേർത്ത് പിടിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കൈ തട്ടിമാറ്റി അവൻ പോകും. പോകെ പോകെ ശരിയാകുമെന്ന് വിചാരിച്ചെങ്കിലും പഠനം മുഴുവൻ ഹോസ്റ്റലിലായിരുന്നു. വെക്കേഷന് പോലും വീട്ടിൽ വരാതെ ഹോസ്റ്റലിൽ കുറച്ച് തല്ലിപ്പൊളി കൂട്ടുമായി കഴിച്ചുകൂട്ടി. അവിടെ നിന്നും കിട്ടിയ ശീലമാണ് മദ്യപാനവും പുകവലിയുമൊക്കെ. പഠനമൊക്കെ കഴിഞ്ഞ് തിരികെ വന്നപ്പോഴും അവന് മാറ്റമൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരേ ഒരു സുഹൃത്ത് ബന്ധം, അത് വൈശാഖാണ്. +2 വരെ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ മെഡിസിന് പഠിച്ചത് ബാംഗ്ലൂരും. അലക്സിൻ്റെ കാർ ഹോസ്പിറ്റലിൽ തൻ്റെ സ്ഥിരം പാർക്കിങ്ങിൽ നിർത്തി അവൻ ഇറങ്ങി. റിസപ്ഷനിലെത്തി മനുവിൻ്റെ റൂം നമ്പർ ചോദിച്ചറിഞ്ഞു. ICUവിലാണെന്നറിഞ്ഞു. അവൻ്റെ ബൂട്ടിട്ട കാലുകൾ സ്റ്റെപ്പുകൾ ഓടിക്കയറുമ്പോൾ വല്ലാത്തൊരാനന്ദം. മനസ്സ് നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ കുഞ്ഞൊരു നിരാശയും. അവനെ ഇങ്ങനൊരവസ്ഥയിലെത്തിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ. വധശിക്ഷ താൻ തന്നെയല്ലേ നടപ്പാക്കേണ്ടത്. അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഗൂഢമായൊരു ചിരി വിരിഞ്ഞു. ഡോക്ടർ, എൻ്റെ മോൻ. ICUവിലേക്ക് കയറുന്നതിന് മുന്നേ മാധവൻ അലക്സിൻ്റെ കയ്യിൽ പിടിച്ച് നിറഞ്ഞ കണ്ണുകളോടെ ചോദിച്ചു. വേഷത്തിൽ നിന്നും അവനൊരു ഡോക്ടറാണെന്നറിയില്ലെങ്കിലും മുമ്പ് വൈകിയെ കൊണ്ടുവന്നപ്പോൾ ഇയാളാണ് അറ്റൻഡ് ചെയ്തത്. ആ പരിചയത്തിൽ ആവലാതിയോടെ കയ്യിൽ കയറി പിടിച്ചതാണ്. എന്നാൽ അവൻ്റെ തുറിച്ച നോട്ടം തന്നിലേക്കും താൻ പിടിച്ച കൈയിലേക്കും ആയപ്പോൾ മാധവൻ്റെ കൈ അറിയാതെ അയഞ്ഞു. ഒരിക്കൽ കൂടെ അയാളെ തുറിച്ചൊന്നു നോക്കി വലത് കൈ ഉയർത്തി ഡോർ തള്ളിത്തുറന്ന് അകത്തേക്ക് കയറി. ആദ്യം കണ്ണിലുടക്കിയത് അവൻ്റെ തലയിലെ വലിയ കെട്ടാണ്. ഇടംകവിൾ കരിനീലിച്ച് കിടക്കുന്നു. മുഖത്തും തലയിലും ഒക്കെ എന്തോ കൊണ്ട് ഉരഞ്ഞു കീറിയ മുറിപ്പാടുകളും. ബെഡിനോട് ചേർന്ന് കട്ടിലിൻ്റെ കാലിൽ പിൻ ചെയ്തു വച്ചിരിക്കുന്ന യൂറിൻ ബാഗിൽ അല്പം രക്തത്തുള്ളികൾ വീഴുന്നുണ്ട്. ഓരോ തുള്ളി വീഴുമ്പോഴും വേദന കൊണ്ട് പുളയുന്നവനെ കാണെ മനസ്സ് നിറഞ്ഞൊരു ചിരി അവൻ്റെ ചുണ്ടിൻ്റെ കോണിലുണ്ടായിരുന്നു. അലക്സിനെ അവിടെ കണ്ട റൂബിൻ ഡോക്ടറുടെ മുഖം ചുളിഞ്ഞു. എന്താ അലക്സ്, ഇയാൾക്ക് എങ്ങനെയുണ്ട്? തലയുടെ ഒരേ സ്പോട്ടിൽ തന്നെ അടി കിട്ടിയിരിക്കുന്നത് കൊണ്ട് തലയിൽ നല്ലതുപോലെ മുറിവുണ്ട്. സർജറി കഴിഞ്ഞു. യൂറിൻ പോകാൻ എന്തായാലും 2-3 ആഴ്ച എടുക്കും. ബ്ലഡാണ് വരുന്നത്. വേദന സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അല്പം മുൻപ് സെഡേഷൻ കൊടുത്തത്. മർഡർ അറ്റംപ്റ്റ് ആയതുകൊണ്ട് പോലീസിൽ അറിയിച്ചിരുന്നു. അല്പം മുൻപ് വന്ന് മൊഴിയെടുത്തു പോയി. വാട്ട്? അലക്സ് ഞെട്ടലോടെ ചോദിച്ചു. ആരോട് ചോദിച്ചിട്ട്? അലക്സ് ദേഷ്യത്തോടെ മുരണ്ടു. അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അലക്സ്. ഇയാളെ താൻ അറിയുമോ? റൂബിൻ ചോദിച്ചതിന് യാതൊരു മറുപടിയും നൽകാതെ ഡോർ തുറന്നവൻ വേഗം പുറത്തേക്കിറങ്ങി. അവൻ വാവയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവൾ കുടുങ്ങും. അറസ്റ്റ് ഉണ്ടാകും. അവൻ തൻ്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി. വല്ലാത്തൊരു അസ്വസ്ഥത. ടേബിളിൽ കൈയൂന്നി നെറ്റി തടവിക്കൊണ്ടിരുന്നു അലക്സ്. എന്തോ ഓർത്തതുപോലെ ഫോണിൽ വൈശാഖിൻ്റെ നമ്പറിലേക്ക് കോൾ കൊടുത്തു. ഹലോ, എടാ, വൈകിയുടെ നമ്പർ നിൻ്റെ കയ്യിൽ കാണുമല്ലോ, ഒന്നെനിക്ക് സെൻഡ് ചെയ്യേ. എന്താടാ? നീ പറഞ്ഞത് ചെയ്യടാ പുല്ല്. ഫോൺ കട്ടാക്കി അക്ഷമയോടെ ചെയറിലേക്ക് അവൻ ചാരിയിരുന്നു. ഫോണിലെ ബീപ്പ് ശബ്ദം കേട്ടതും പെട്ടെന്ന് വാട്സപ്പിൽ നിന്നും വൈകിയുടെ നമ്പർ എടുത്ത് കോൾ കൊടുത്തു. എടുക്ക്. കോൾ എടുക്കാതായപ്പോൾ അലക്സ് എഴുന്നേറ്റ് വിൻഡോയ്ക്കരികിലേക്ക് നീങ്ങി നിന്നു. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും 2 തവണ കോൾ വന്നതിന് ശേഷമാണ് സംശയത്തോടെ വൈഗ ഫോൺ എടുത്തത്. ഹലോ വൈഗ, ഞാൻ അലക്സ്. വൈഗ എന്ന് വിളിച്ചതേ അവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞിരുന്നു. ഭയത്തിൽ ഫോൺ നിലത്തേക്ക് വീണു. ഓ ഷിറ്റ്! ഫോൺ നിലത്തേക്ക് വീണതാണെന്ന് അവന് മനസ്സിലായി. ഇങ്ങനൊരു സാധനം. ദേഷ്യത്തിൽ അലക്സ് മുഷ്ടി ചുരുട്ടി ഭിത്തിയിലേക്കിടിച്ചു. ഭയന്ന പോലെ നിൽക്കുന്ന വൈകിയെയും ഡിസ്പ്ലേ പൊട്ടി നിലത്ത് കിടക്കുന്ന ഫോണിലേക്ക് നോക്കി വാവ ഫോൺ എടുത്തു. ആരോ ലൈനിലുണ്ട്. ഹലോ. ഇപ്പോൾ അലക്സിനായിരുന്നു വെപ്രാളം. വാവയുടെ ശൗര്യമേറിയ ശബ്ദം. ഹലോ വൈഷ്ണവി, ആം അലക്സ്. പറ ഡോക്ടറെ.
അവൻ സ്വയം പരിചയപ്പെടുത്തുന്നതിന് മുന്നേ വാവ പറഞ്ഞു, വൈഷ്ണവി, മനു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. മർഡർ അറ്റംപ്റ്റ്. മനുവിനെതിരെ നീ ഒരു പരാതി കൊടുക്കണം. എൻ്റെ കാര്യത്തിൽ ഡോക്ടർക്ക് എന്തിനാ ഇത്ര ഉൾക്കണ്ട? അലക്സ് എന്തേലും പറയുമോ എന്ന ഭയം വൈക വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വൈഷ്ണവി, ഞാൻ പറയുന്നത് കേൾക്ക്. ഡോക്ടർക്ക് എങ്ങനെ ചേച്ചിയുടെ നമ്പർ കിട്ടി? ഇത്രയും സീരിയസ് ആയി താൻ പറയുന്നത് പോലും കേൾക്കാതെയുള്ള അവളുടെ മറുചോദ്യം കേട്ട് അവന് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും സ്വയം നിയന്ത്രിച്ചു നിർത്തിയവൻ, ഡോക്ടർ മറുപടി പറഞ്ഞില്ല. പറയാനിപ്പോൾ മനസ്സില്ല. നീ വലിയ CID കളിക്കാതെ ഞാൻ പറയുന്നതനുസരിക്ക്. 22 എന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ ചെവിയിൽ നിന്നും ഫോൺ മാറ്റി സ്ക്രീനിലേക്ക് നോക്കി. കോൾ കട്ടാക്കി. നീ അത്രയ്ക്ക് വലിയ സ്മാർട്ടാണെന്ന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അനുഭവിച്ചോ? അലക്സ് പിറുപിറുത്തുകൊണ്ട് ചെയറിലേക്കിരുന്നു. സ്മാർട്ട്നെസ് നല്ലതാ, ഓവർ സ്മാർട്ടായാൽ പിന്നെ എന്തു പറയാനാ? ഡോക്ടർ, ഒരു എമർജൻസി. ഡോർ തുറന്ന് പറഞ്ഞ് ആൻ പോകുമ്പോൾ പിന്നാലെ എഴുന്നേറ്റ് മുഖം കഴുകി ടവലിൽ വെള്ളം ഒപ്പി ഫോണും എടുത്ത് പുറത്തേക്കിറങ്ങി. വാച്ചിലേക്കൊന്ന് നോക്കി. സമയം 6 കഴിഞ്ഞിരിക്കുന്നു. വാവേ, വൈക പിന്നിൽ നിന്നും വിളിച്ചു. ചേച്ചിക്ക് കഴിക്കാൻ എടുക്കട്ടെ? തൻ്റെ വേദനയും അസ്വസ്ഥതയും ഒക്കെ മറന്ന് അടുക്കളയിൽ പാത്രങ്ങൾ കഴുകി സ്ലാബിലേക്ക് കമഴ്ത്തി വയ്ക്കുവാണ്. ഞാൻ ചെയ്യാം മോളെ. വേണ്ട, വേദു ഇവിടെ. അവളെ വിളിച്ചോണ്ട് വന്ന് വല്ലതും കഴിക്ക്. മരുന്നൊക്കെ ഉള്ളതല്ലേ. കയ്യിലെ വെള്ളം തടത്തുണിയിലൊപ്പി കഞ്ഞിത്തട നിവർത്തി 2 പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി തവി കൊണ്ടൊന്ന് നിരത്തി. അച്ചാറും വഴുതനങ്ങാ തോരന് രസവും കൂട്ടാൻ ചോറിന് അരികിൽ തന്നെ വെച്ചു. ദാ, പണ്ടൊക്കെ താൻ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വാവ തനിക്ക് ചെയ്തു തരുന്നത്. ദാ ചേച്ചി, പ്ലേറ്റ് പിടിക്ക്, ചൂടുണ്ട്. വാവയെ തന്നെ നോക്കി നിന്ന വൈക വെപ്രാളപ്പെട്ട് പ്ലേറ്റ് കൈനീട്ടി വാങ്ങി. വാവ പ്ലേറ്റും എടുത്ത് റൂമിലേക്ക് ചെന്നു. പഠിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, കയറി കിടന്നോ. ആ അമൃതയോട് ചോദിച്ചാൽ 2-3 ദിവസത്തെ നോട്ട്സ് കിട്ടില്ലേ? അതൊന്നും ചെയ്യരുതേ. എഴുന്നേറ്റ് കഴിക്കുവേതു വല്ലതും. ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അവളുടെ മൂട്ടിൽ വാവ 2 അടി വെച്ച് കൊടുത്തു. വൈകി റൂമിലേക്ക് വന്നു. അവളുടെ കയ്യിൽ 2 പ്ലേറ്റിൽ ചോറുണ്ട്. 2 പ്ലേറ്റും കൊണ്ടുവന്നവൾ ടേബിളിൻ്റെ പുറത്ത് വെച്ചു. വേദു, എഴുന്നേൽക്ക്. നിനക്കെന്താ വേദു? പതിയെ എഴുന്നേറ്റിരുന്ന് 2 കൈകൊണ്ടും വേദു മുഖം അമർത്തി തുടയ്ക്കുന്നത് കണ്ട് വാവ ചോദിച്ചു, നീ പോയി കൈ കഴുകിയിട്ട് വാ, കഴിക്കാം. വേദുവിനെ അമർത്തിയൊന്ന് നോക്കി വാവ പറഞ്ഞു. വേദു കൈ കഴുകാൻ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴേക്കും വൈക പ്ലേറ്റും കയ്യിലെടുത്ത് അവൾക്കരികിലേക്ക് ചെന്നു. ആദ്യത്തെ ഉരുള വേദുവിൻ്റെ നേരെ നീട്ടി. വൈകിയെ നോക്കി കണ്ണുകൾ നിറച്ച് വേദു വായ തുറന്ന് വാങ്ങിക്കഴിച്ചു. വാവയുടെ നേരെ നീട്ടിയപ്പോൾ മറ്റെങ്ങോ നോക്കി വാവ വായ തുറന്നു. നിറഞ്ഞ കണ്ണുകളെ മറയ്ക്കാൻ വാവ കണ്ണുകൾ ചിമ്മി ചിമ്മി അടച്ചു. വീണ്ടും എല്ലാം പഴയ രീതിയിൽ. ചേച്ചിയും 2 കൂടപ്പിറപ്പുകളും. ഒരു വ്യത്യാസം മാത്രം. മുൻപിരുവരെയും തൻ്റെ നെഞ്ചിൽ ചേർത്തണച്ചിരുന്നുവെങ്കിൽ ഇന്നത് വാവയാണ്. തൻ്റെ ചേച്ചിയെയും അനുജത്തിയെയും ഒരുപോലെ ചേർത്ത് പിടിച്ചവൾ. മനസ്സിലുള്ള ഭാരം അകന്നു പോകുമ്പോൾ വാവയെ ചുറ്റിപ്പിടിച്ച് വൈക പൊട്ടി കരഞ്ഞു. വൈകിയെ ചാരി വേദുവും കരഞ്ഞപ്പോൾ വാവയ്ക്ക് ദേഷ്യം വന്നു. 2നെയും വഴക്ക് പറഞ്ഞ് കയറ്റിക്കിടത്തി. രാവിലെ ഏറെ നേരം കിടന്നുറങ്ങി മൂവരും. സുധാമ വലിയ ശബ്ദത്തിൽ ഡോറിൽ തട്ടുന്നതിനൊപ്പം ഉച്ചത്തിൽ വിളിക്കുകയും അടക്കിപ്പിടിച്ച് ചീത്ത പറയുകയും ഒക്കെ ചെയ്തു. ഡോറിൽ നിർത്താതെ കൈകൊണ്ട് കൊട്ടുന്ന ശബ്ദം കേട്ട് മൂവരും ഉണർന്നു. ഈർഷ്യയോടെ പുതപ്പ് നീക്കി വാതിലിന് നേരെ ചെന്നത് വാവയാണ്. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? അഴിഞ്ഞു കിടന്ന തലമുടി വാരി ചുറ്റിക്കെട്ടി വെച്ചവൾ അവരെ തുറിച്ചു നോക്കി. നിനക്ക് കേടുപറ്റാതെ സൂക്ഷിച്ചോ, പുറത്ത് പോലീസ് വന്നിരിക്കുന്നു, നിന്നെ തിരക്കിയാ. എന്താടി നീ ഒപ്പിച്ചു വെച്ചത്? ഭയം തോന്നിയില്ല അവൾക്ക്. നെടുവീർപ്പോടെ തിരിഞ്ഞ് തൻ്റെ കൂടപ്പിറപ്പുകളെ ഒന്ന് നോക്കി. സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ.